ഒരു കലാകാരനായ ഉള്ളിൽ കരുണയുള്ളവനായിരിക്കണം, സ്നേഹമുള്ളവനായിരിക്കണം. അതില്ലാതായതുകൊണ്ടാ നിനക്ക് കച്ചേരിക്ക് താളം പിടിച്ചു തുടങ്ങി. ഇയാൾ ഉദ്ദേശം അറിയാതെ ഇയാൾ എന്ത് പറഞ്ഞു എന്നല്ല, മീനാക്ഷി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. മീനാക്ഷി എന്ത് പറയുന്ന ഭാര്യയോട് വാക്കിയിട്ട് എന്നോട് കൊടുക്കാൻ പറയരുത്. അവർ കളം പറയും, അവരും ഇങ്ങനെ നമുക്ക് കളം പറയും. കലഹിക്കാൻ വേണ്ടി കളവ് പറഞ്ഞു കൊടുക്കുന്നവളല്ല മീനാക്ഷി. രാവിലെ നിങ്ങളുടെ അമ്മ എന്റെ മുത്തച്ഛനോട് പറഞ്ഞൊരു നേരം ഞാൻ പറഞ്ഞുള്ളൂ. വിശന്ന് പൊഴിഞ്ഞിട്ട് കഞ്ഞി എന്റെ മുത്തച്ഛൻ ആവശ്യപ്പെട്ടപ്പോ പിച്ചക്കാരനെ പോലെ കൈ നീച്ചോട് നിൽക്കണ്ട, പൊയ്ക്കാൻ നിങ്ങളുടെ അമ്മ പറഞ്ഞു. അത് കേട്ടെന്റെ മുത്തച്ഛന്റെ കണ്ണിന് വീണ കണ്ണുനീര് എന്റെ ഹൃദയത്തിൽ വീണ് പൊള്ളിയത്. ഇതിനെല്ലാമായി നിന്റെ അമ്മയെ ഭാര്യ ദുഃഖാക്കിയാണ് പറഞ്ഞുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ. എന്റെ മധുവാണ് ഒന്നും പറയുന്നത്. മുത്തച്ഛനൊരു പിച്ചക്കാരനായി പോയത്. സ്വന്തമായിട്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാനുള്ള ശേഷിയോ അതിനുള്ള ചില്ലാനോ ഇല്ലാത്ത തെണ്ടി. അതുകൊണ്ട് തന്നെ ഇവന്റെ കാട്ടും തുപ്പും സഹിച്ച് ഞാനിവിടെ കഴിച്ചു. കൊട്ടാരം വീട്ടിലെ പ്രതാപി ഇനി ആട്ടും തുപ്പ് സഹിച്ചിവിടെ നിൽക്കണ്ട. പൊയ്ക്കോ, ഏതെങ്കിലും അമ്പലം നടയിൽ പോയി ആളറിയാത്തവരോട് തെണ്ടിക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛൻ എന്തായാലും എന്റെ മുത്തച്ഛൻ ഇവിടെ തന്നെയിട്ടോ. നീ എന്തായി കാണിക്കുന്നത്? ഇതെനിക്ക് എന്റെ മുത്തച്ഛനാ. ഈ പാവത്തിനെ ഇവിടുന്ന് പടിയിറക്കാനോ ഉപദ്രവിക്കാനോ നീ ശ്രമിച്ച വിദ്യ എന്നും പറയുന്ന പോലെ ആയിരിക്കില്ല, നീ അടി വാങ്ങിക്കും. ആവശ്യമുള്ളൊരു കാര്യത്തിന് നിങ്ങൾ എന്നെ അടിച്ചാ ഞാൻ കൈയും കണ്ടി നോക്കി നിൽക്കും. ഈ തന്തയും എന്നെ ഭാര്യയും കളിക്കുന്ന ഈ നാടകം കണ്ട് എന്നെ തന്നെ കൈവൊക്കെ ഞാൻ പറയും. ഇത്ര നാൾ ഞാൻ ഏഴിനെ പോലെ വിശ്വസിച്ച മനുഷ്യൻ ഒരാളും പെണ്ണും കിട്ടവനാണ്. അല്ലെ ഭാര്യയുടെ മുത്തച്ഛന്റെ വാക്കേറ്റ് അമ്മയുണ്ടല്ലോ. ഇവൻ തല്ലുകൊള്ളിയാണെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്കെന്താണ് സംഭവിച്ചത്? ഇവനെന്തെങ്കിലും വിവരക്കേട് കാണിച്ച അവന്റെ മനസ്സിലാക്കി കൊടുത്തേണ്ട നീ ഇപ്പോ. ഈ പാവം വൃദ്ധനെ പടിയിറക്കാൻ നടക്കുന്ന അമ്മയ്ക്കിവൻ മകനായിരിക്കും, പക്ഷേ എനിക്കിവൻ അരിശനല്ല. ഉള്ളിൽ കള്ളുമാകും ഇനി എനിക്ക് കച്ചേരിയില്ല. പരമ്പരയുടെ ഞരമ്പുകളിലൂടെ പകർന്നൊഴുകുന്ന രക്തം ഒന്നാണെങ്കിൽ ഒരിക്കലെങ്കിലും ബന്ധത്തെ തിരിച്ചറിയാതെ പോകില്ല. വംശവൃക്ഷത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ ഒരുങ്ങിയ മൂത്ത കൊമ്പ് മുത്തച്ഛനാണെന്ന് അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും ഇവന്റെ കൈ മറച്ചില്ല. അതുകൊണ്ട് എന്റെ മുത്തച്ഛൻ എന്റെ അമ്മയോട് പലവട്ടം ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനിപ്പോ എന്റെ അമ്മയോട് ചോദിക്കുക, ആരാ ഇവന്റെ സന്തോഷം?